ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. മഴയൊക്കെ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 ലെവലിൻ്റെ ഗ്രാമർ പോർഷനാണ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് പോസ്റ്റലും ഇൻസാറ്റ്സ്. അതായത് നമ്മളൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോഴത്തേനും അതിൽ വേർഡ്സ് ഏത് പൊസിഷനിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഗ്രാമാറ്റിക് പോർഷൻ. അപ്പോൾ നമ്മളിത് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ പറയുന്നത് 3 സെക്ഷനായിട്ടായിരിക്കും നമ്മൾ തിരിച്ചിട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു സെൻറ്റൻസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ വേർഡ്സ് നമ്മൾ ഏത് പൊസിഷനിൽ ആഡ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തതാണ് സാറ്റ് ക്ലീഡർ. സാറ്റ് ക്ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസ് എലമെൻറ്റ്സ്. ഓരോ സെൻറ്റൻസിനും എലമെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതായത് സബ്ജക്റ്റ്, വെർബ്, ആഡ്വെർബ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ ഒബ്ജക്റ്റും വരും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സെൻറ്റൻസ് എലമെൻ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 മനസ്സിലാക്കുക. ഒരു സെൻറ്റൻസിൽ മെയിനായിട്ട് വരുന്ന എലമെൻറ്റ്സാണ് സബ്ജക്റ്റ്, വെർബ്, ആഡ്വെർബ്. രണ്ടാമത്തത് പറയുന്നത് നമ്മൾ ഈ 3 എലമെൻറ്റ്സും എങ്ങനെയാണ് സെൻറ്റൻസിൽ ആഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തതാണ് സബ്ജക്റ്റ് ഫ്യോ ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിന് മുമ്പായിട്ട് എപ്പോഴും ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. മോർഗൻ ഗെയർ ഈസ് ഇൻ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, നാളെ ഞാൻ എവിടെ പോകും? സൂപ്പർ മാർക്കറ്റിൽ പോകും. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് വരുന്നതിന് മുമ്പായിട്ട് സബ്ജക്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒബ്ജക്റ്റിന് മുമ്പായിട്ട് ഇഷ് എന്നുള്ള സബ്ജക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് ഇഷ് സ്പീലെ ഫൂസ്പാൽ. സ്പീലെ ഫൂഷ്പാൽ എന്ന് പറയുമ്പോൾ ഫൂഷ്പാൽ എന്നുള്ള ഒബ്ജക്റ്റിന് മുമ്പായിട്ട് തന്നെ ഇഷ് എന്നുള്ള സബ്ജക്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തത് ആൾട്ട് ഫോർ നോയ. അതായത് ബെസ്റ്റിംഡ് ഫോർ ഉൺബെസ്റ്റിംഡ്. അതായത് ഉൺബെസ്റ്റിംഡ് വരുന്നതിന് മുമ്പായിട്ട് ബെസ്റ്റിംഡ് വരും. അതായത് ബെസ്റ്റിംഡിനകത്ത് ഉൾപ്പെടുന്നത് ബെസ്റ്റിംഡ് ആർട്ടിക്കിളും പൊസസീവ് ആർട്ടിക്കിളും ആൻഡ് പേഴ്സണൽ പ്രൊനോമൻ. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിളും എഴുതുകയുള്ളൂ. ഓക്കെ, ഒരു സെൻറ്റൻസിൽ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഈ ബെസ്റ്റിംഡ്, പൊസസീവ്, പേഴ്സണൽ പ്രൊനോമൻ ഇതൊക്കെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മൺ എന്നാണെങ്കിൽ ഈൻ, എന്ന് വരും. ഫ്രൗ എന്നുള്ളതിന് എന്നും വരും. ദസ് എന്നുള്ളത് എസ് എന്നും വരും. അപ്പം ഓരോ പേഴ്സണൽ പ്രൊനോമൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ദു ഷിക്സ്റ്റ് ഡൗൺ മെയ്ഡ് ഷുൻ ഈമാൻ. അതായത് അയിനെ എന്നുള്ള ചേർക്കുന്നതാണ് നമുക്കറിയാം ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിളിന് വരുന്നത്. അപ്പം അയിനെ ഇമെയിൽ എന്നുള്ള ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിളിന് മുമ്പായിട്ട് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ അതായത് ദ മെൻഷൻ എന്ന് വന്നിരിക്കുന്നു. ഓക്കെ, നീ ആ ഗേളിന് മെയിൽ അയച്ചായിരുന്നു എന്ന രീതിയിലാണ് ഇവിടെ മീനിങ് വരുന്നത്. അടുത്തതാണ് മൂന്നാമത്തത് ആഡ്വെർബിയാലെ. അതായത് ആഡ്വെർബിന് നമ്മളിവിടെ ഒരു ഷോർട്ട് കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് തെക്കാമോളോ എന്ന് പറഞ്ഞാൽ അതൊരു ഫോമാണ്. ഇതിന് ഫുൾ ഫോമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ്വെർബിയാലെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള ഷോർട്ട് ഫോമിലാണ് നമ്മൾ പറയുന്നത്. തെക്കാമോളോ രീതിയിൽ നമുക്ക് ആഡ്വെർബൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് അവിടെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ്, വെർബ്, സൈഡ് ആഡ്വെർബ്, ഒബ്ജക്റ്റ്, തെക്കാമോളോ. ഓക്കെ, തെക്കാമോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആഡ്വെർബിനനുസരിച്ചുള്ള തെക്കാമോളോ അതായത് ആ ഒരു ഫോമിൻ്റെ കറക്റ്റായിട്ട് വെർഷനുണ്ട്, അതായിരിക്കും ആഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ തെക്കാമോളോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തേ എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനെയാണ് നമ്മൾ ടേ എന്ന് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡായിരിക്കും വരുന്നത്. അടുത്തത് കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് അല്ലെങ്കിൽ റീസൺ എന്നാണ് മീനിങ് വരുന്നത്. റീസൺ അല്ലെങ്കിൽ കോസ് എന്നുള്ള സെൻറ്റൻസിൻ്റെ ആഡ്വെർബിനെ നമ്മൾ കാ എന്നുള്ള ഫോമിലായിരിക്കും നോക്കുന്നത്.
അറിയപ്പെടുന്നത്. അപ്പോഴത്തേന് അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വാരും എന്നാണ്. വൈ എന്നുള്ള മീനിങ് ആയിരിക്കും ആ ഒരു ആഡ്വർബിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അടുത്തതാണ് മോ. മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡാൽ. മൊഡാൽ എന്ന് പറഞ്ഞാൽ വേ ഓഫ് ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ ആർട്ട് വൈസ്, അങ്ങനെയൊക്കെ അതിനെയൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിനാണ് നമ്മൾ മോ എന്നുള്ള ആഡ്വർബിൽ മോ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡാണ് വി. ഹൗ എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത്. അടുത്തതാണ് ലോ. ലോ എന്ന് പറഞ്ഞാൽ ലോക്കൽ. ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്ലേസ്. പ്ലേസിനെയാണ് നമ്മൾ ലോ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരുന്നത് വോ വരും, വൊഹിൻ വരും, വൊഹർ വരും. ഇതെല്ലാം ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരും. അപ്പം മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടേ എന്നുള്ളത് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഖ എന്നുള്ളത് റീസൺസ് അല്ലെങ്കിൽ കാരണം, കോസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. മോ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സംതിങ്, വേ ഓഫ് ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ ആർട്ട്, അല്ലെങ്കിൽ ഒരു വൈസ്, വേറെ എന്തെങ്കിലും സംതിങ്ങിനെ കുറിച്ച് പറയുന്നതിനെ മോ എന്നും സൂചിപ്പിക്കുന്നു. ലോ എന്നുള്ളതിന് നമ്മൾ പ്ലേസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ സെൻറ്റൻസിൽ മീൻ ചെയ്യുന്നത് ടൈമിനെയാണ് മീൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ടേ വരും. റീസൺസ് ആണ് മീൻ ചെയ്യുന്നതെങ്കിൽ കാ വരും. അതുപോലെ പ്ലേസ് ആണെങ്കിൽ ലോ വരും. അപ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ആ ഒരു ടൈമിനനുസരിച്ചായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യനും വരുന്നത്. ടൈമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ വൺ വരും. പ്ലേസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ വോ അല്ലെങ്കിൽ വോഹിൻ, വോഹർ. അത് ആ പ്ലേസ് അനുസരിച്ചാണ്, ആ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ചാണ് അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ വരുന്നത് ഫസ്റ്റത്തത്, ബിക്കോസ് ഓഫ് സിവിയർ ഫീവർ yesterday she took my daughter in the car to the hospital. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മീനിങ്ങിൽ നമ്മളൊരു സെൻറ്റൻസ് കൊടുത്തിരിക്കുക. നമ്മളിത് ജർമ്മനിലേക്ക് നമ്മൾ ടെക്കാമോള വേർഷനിൽ നമ്മളിത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് തരുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ്, ഈ ടെക്കാമോളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ നോക്കുക, സെൻറ്റൻസിൽ ടേ ഏതാണ്, ഖ ഏതാണ്, മോ ഏതാണ്, ലോ ഏതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ രണ്ട് കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതായത് സബ്ജക്റ്റ്, വെർബ് വരുമ്പോഴത്തേനും എന്താണ്, ഒബ്ജക്റ്റ് ഉണ്ടോ, ഒബ്ജക്റ്റിന് മുമ്പായിട്ട് സബ്ജക്റ്റ് വരും. അതെല്ലാം നോക്കി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ടെക്കാമോള കണ്ടുപിടിക്കാം. ബിക്കോസ് ഓഫ് സിവിയർ ഫീവർ, അതവിടെ എന്താണ്, കാരണമാണ് പറയുന്നത്. കാരണമായതുകൊണ്ടാണ് അവിടെ കോസിനെയാണ് നമ്മൾ കാന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ബിക്കോസ് ഓഫ് സിവിയർ ഫീവർ, അത്രയും സെൻറ്റൻസ് നമ്മൾ എന്ന് കിട്ടി. കോസാണ്. അടുത്തത് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈമാണ് പറയുന്നത്. ടൈമിനെ നമ്മളവിടെ ടേ എന്ന് സൂചിപ്പിച്ചു. അടുത്തത് ഷീ എന്നുള്ളത് സബ്ജക്റ്റാണ്. ടുക്ക് എന്നുള്ളത് അത് വെർബാണ്, അത് വെർബ്. അടുത്തത് മൈ ഡോട്ടർ എന്ന് പറയുമ്പോഴത്തേന് അവിടെ നമ്മൾ തന്നെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റാണ് അവിടെ പറയുന്നത്. അപ്പോൾ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളവിടെ ഡിനോട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഇൻ ദ കാർ എന്ന് പറയുമ്പോൾ എന്താണ്, എവിടെയാണ് എന്നാണ് പറയുന്നത്. അത് ഏത് സ്ഥലത്താണ്, എന്താണ് അവിടെ സ്പോട്ടാണ് പറയുന്നത്. അപ്പം പ്ലേസ് അല്ല, എവിടെയാണ് എന്നുള്ളതാണ്, കാറിൻ്റെ അകത്ത്. അപ്പം മോ എന്നവിടെ സൂചിപ്പിക്കുന്നു. അടുത്തത് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേനും പ്ലേസ്, എങ്ങോട്ടേക്ക്, ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അത് പ്ലേസാണ് ലോ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ടെക്കാമോള നോക്കുക, സബ്ജക്റ്റ്, വെർബ്, പിന്നെ അത് ഏത് സെൻറ്റൻസ് ആണെന്നോട് നോക്കുക. അക്യൂസാറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അവിടെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് വന്ന്, ഇതൊരു ഡാറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഡാറ്റീവ് ഒബ്ജക്റ്റും കൂടെ വന്നേനെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് ജർമ്മനിലേക്ക് മാറ്റുമ്പം അപ്പോൾ എങ്ങനെയായിരുന്നു, ഫസ്റ്റത്തെ സെൻറ്റൻസ് ടെക്കാമോള എന്ന് പറയുമ്പം ആ ടെക്കാമോള എന്നുള്ള ആ ഒരു സെയിം സെൻറ്റൻസിൽ വേണം, ടേ വേണം ആദ്യം, അത് കഴിഞ്ഞ് കാ വരണം, പിന്നെ മോ വരണം, പിന്നെ ലോ വരണം. അങ്ങനെയാണ് അതിൻ്റെ ഫോം വരുന്നത്. അതാണ് ടെക്കാമോള എന്ന് പറയുന്നത്. സി ഹാഡ് ഗസ്റ്റേൺ meine Tochter wegen heftigen Fieber mit dem Auto im Krankenhaus genommen. ഗനോമൻ എന്ന് വന്നത് എന്തുകൊണ്ടാണ്, ഇതൊരു പെർഫെക്റ്റ് ആണ്, കൊണ്ടുപോയിരുന്നു എന്നുള്ള പറയുവാണ്. അതുകൊണ്ടാണ് അവിടെ ഹാബൻ എന്നുള്ള വെർബിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഹാർട്ട് എന്ന് കോൺജുഗേഷനിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിസിപ്സോയായ എന്താണ് നേമൻ എന്നുള്ളത് ഗനോമൻ എന്ന് ആമൻഡിൽ വന്നിരിക്കുന്നു. നമുക്ക് ഗനോമൻ എന്നും കൊടുക്കാം, അല്ലെങ്കിൽ
മിറ്റ് ഗെനോം എന്നും അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം. മറിയ സെൻറ്റ് മോർ SMS ഡെയിലി ടു ജർമ്മനി. മരിയ ജർമ്മനിയിലേക്ക് എന്നും കുറേ SMS അയക്കാറുണ്ട്. ഓക്കെ, അതൊരു പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? അത് തന്നെ നമ്മൾ സബ്ജക്റ്റ് വെർബ് കണ്ടുപിടിച്ചു. മറിയ സെൻറ്റ് സബ്ജക്റ്റും വെർബുമായി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഇതിലേക്ക് തന്നിരിക്കുന്ന വേറെ എന്തൊക്കെയുണ്ട്? അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ട്. അക്യൂസാറ്റീവ് ഒബ്ജക്റ്റാണ് മോർ SMS എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആകപ്പാടെ ടേയും ലോയും മാത്രമേ ഉള്ളൂ. ടേ എന്ന് പറഞ്ഞാൽ ടൈം അവിടെ ഡെയിലി എന്നും കൊടുത്തിട്ടുണ്ട്, ലോ പ്ലേസും കൊടുത്തിട്ടുണ്ട്, ടു ജർമ്മനി. ഇത് രണ്ടും മാത്രമേ ഈ സെൻറ്റൻസിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓർക്കുക, എല്ലാ സെൻറ്റൻസിലും ടെക്കാമോളോ എന്ന് പറയുന്ന മൊത്തവും വിവരിച്ച് തരത്തില്ല. ആ ഒരു സെൻറ്റൻസിൽ ഏതൊക്കെയാണോ ടെക്കാമോളോ ആഡ്വർബായിട്ട് തന്നിരിക്കുന്നത് അതൊക്കെ നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതുക എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജർമ്മനിലേക്ക് മാറ്റുമ്പം മറിയ ഹാറ്റ് എന്നാവും. പെർഫെക്റ്റ് സെൻറ്റൻസ് ആണല്ലോ. അപ്പം മറിയയുടെ ഹാബൻ എന്നുള്ള വെർബ് മറിയ ആയിട്ട് കോഞ്ചുഗേറ്റ് ചെയ്യുമ്പം മറിയ ഹാറ്റ്, അടുത്തത് ടേ ആഡ് ചെയ്യുക, ടേഗ്ലിഷ്, മേറർ SMS അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്, പിന്നെ എന്താണ് ലോ വരും, നാക്ക് ടോയ്സ്ലാൻഡ്. മറിയ ഹാറ്റ് ടേഗ്ലിഷ് മേററെ SMS നാക്ക് ടോയ്സ്ലാൻഡ് ഗെഷിക്സ്റ്റ്. ഗെഷിക്റ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിൻ്റെ പാർട്ടിസിപ്പിൾ സോയിയാണ് ഗെഷിക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നൗണിൻ്റെ മുൻപ് അഡ്ജക്റ്റീവ് വരുവാണെങ്കിൽ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് നൗണിനെ വിശേഷിപ്പിച്ചാണ് വരുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഈ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ടെക്കാമോളോ എങ്ങനെ എപ്പോഴൊക്കെ ബേസായിട്ട് ആഡ് ചെയ്യണമെന്ന് നോക്കുക. അതുപോലെ തന്നെ ആ സെൻറ്റൻസിൽ ഏതൊക്കെ ടെക്കാമോളോ ഫോമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. Cheers.